ഹായ്, ഇന്ന് നമുക്ക് പാലിൻ്റെ പാടയിൽ നിന്ന് നെയ്യും ബട്ടറും എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഓരോ ലിറ്റർ പാലിൻ്റെ പാടയിൽ നിന്നെടുത്ത് 2-3 ആഴ്ചത്തെ ഇത് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. നെയ്യ് ആക്കിയെടുക്കേണ്ടതിനായിട്ട് രാവിലെ ഫ്രീസറിൽ നിന്നെടുത്ത് നമുക്ക് പുറത്ത് വെക്കാം. പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത് മെൽറ്റായി കഴിയുമ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഈ പാലിൻ്റെ പാട നമുക്ക് കഴുകിയെടുക്കണം. വെള്ളം തെളിയുന്നത് വരെ കഴുകണം. 3-4 പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റി മാറ്റി ഉപയോഗിച്ച് കഴുകിയെടുക്കാം. പിന്നെ ഇതിൽ തൈര് ചേർക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ പുളിയില്ലാത്തത് കൊണ്ടും ഇത് നമുക്ക് ബട്ടറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും പകുതി എടുത്ത് ബട്ടറായിട്ടും പകുതി നെയ്യായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ബട്ടറായിട്ട് ഉപയോഗിക്കേണ്ടത് ഇതുപോലെ എടുത്ത് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് മായമൊന്നും ചേരാത്ത ബട്ടറായിട്ട് ഉപയോഗിക്കാം. ഇനിയും നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഈ പാലിൻ്റെ പാട നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തീ കൂട്ടി വെച്ച് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം തീ കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അത് നമ്മുടെ ദേഹത്ത് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതുപോലെ പാലിൻ്റെ പാട ഉരുക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീലിൻ്റെ അരിപ്പ എടുത്ത് ഇതുപോലെ നമുക്ക് അരിച്ച് മാറ്റി വെക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ചെറിയ അരിപ്പ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഗോതമ്പ് പൊടി എന്തിനാണ് ചേർത്തതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അഭിപ്രായം അറിയിക്കണം. പിന്നെയും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും.